ടീച്ചർ ലൈവ് ട്യൂഷൻ. ഹലോ 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 മിസ് വഴിമാറി വന്നതാണോ? ആരും ഒരു പരിചയമില്ലാത്ത പോലെ ഇരിക്കുന്നു. മിസ്സിനെ മറന്നോ? ഏ ഞാൻ വഴി മാറി തോന്നുന്നു. ശരിക്കും ഇതെന്റെ ക്ലാസ് അല്ലേ സർ? ആണോ? എന്റെ 7ാം ക്ലാസ്സിലെ പിള്ളേർ തന്നെയല്ലേ ഇത്? എന്റെ 7ാം ക്ലാസ്സിലെ പിള്ളേർ തന്നെയാണോ? അല്ല അല്ല. ഓ, മിസ്സിന്റെ 7ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഇപ്പൊ 8ാം ക്ലാസ്സിലേക്കായി. ഞങ്ങൾ അഫ്രാദ് സാറിന്റെ 6ാം ക്ലാസ്സുകാരാണ്. അതല്ലേ അതല്ലേ ആ അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അയ്യട മനമേ, ഇനിയിപ്പോ നിങ്ങൾ എന്റെ പിള്ളേരാണേ. എന്റെ 7ാം ക്ലാസ്സിലെ പിള്ളേരാണോ എന്ന് ചോദിച്ചപ്പോ പറയാ ഗുഡ് മോർണിംഗ് അല്ലേ, ആൽഫ ആൻഡ് ആഗ്നസ്. നേരെ വെളുത്തിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ 7ാം ക്ലാസ്സിലെ പിള്ളേരല്ലേന്ന് ചോദിച്ചപ്പോ പറയാ അല്ല, ഞങ്ങൾ അഫ്രാദ് സാറിന്റെ 6ാം ക്ലാസ്സിലെ പിള്ളേരാണോ അത്ര. നിങ്ങൾ 6ാം ക്ലാസ്സിലാണോ ഇപ്പോ? 6ാം ക്ലാസ്സിലാണോ? അല്ല, 7ാം ക്ലാസ്സിലായി. അപ്പൊ കുറച്ചും കൂടി വലിയ ടീച്ചർ വേണ്ടേ? 7ാം ക്ലാസ്സിൽ അല്ല, 6ാം ക്ലാസ്സിലായിരുന്നപ്പോ കുഞ്ഞ് അഫ്രാദ് സാർ. 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോ എങ്ങനെയാ വലിയ അമൃത മിസ്. ഇനി 8ാം ക്ലാസ്സിൽ പോകുമ്പോ നിങ്ങളുടെ അഫ്രാദ് സാർ ഉണ്ടാവും. സന്തോഷായോ? 8ഉം 9ഉം ഒക്കെ അഫ്രാദ് സാർ എടുക്കും. സന്തോഷായില്ലേ? അടുത്ത വർഷം, പിന്നത്തെ വർഷം, ഈ ഒരു വർഷം തൽക്കാലം എന്നെ ഒന്ന് സഹിക്കൂ കേട്ടോ. സഹിക്കാമോ? മിസ് എടുത്തോട്ടെ? ഈ ഒരു വർഷം സഹിക്കോ? സഹിക്കോ? റെഡി ആണോ എല്ലാവരും ക്ലാസ് കേൾക്കാൻ? എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും? മഴയുണ്ടോ? ഇപ്പൊ മഴ പെയ്യുന്ന എത്ര പേര് അല്ലേ? ഇപ്പൊ മഴ പെയ്യുന്ന സ്ഥലം, ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അവിടെ മഴയുണ്ട് അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. കാസർഗോഡ് മഴയുണ്ട്. കാസർഗോഡ് നിന്ന് ഏബൽ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഏബലെ, ഈശ്വര, ഇത്രയും ആൾക്കാരുടെ അടുത്ത് മഴയുണ്ടോ? നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നില്ലല്ലോ. ഞാൻ അഫ്രാദ് സാറിനോട് പറയായിരുന്നു സാറേ മഴ പോയിന്ന് തോന്നുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, റോട്ടിൽ പോലും വെള്ളമില്ല. വെയിലായിട്ടേ എല്ലാം പോയിരിക്കുന്നു. അപ്പൊ അഫ്രാദ് സാർ പറയായിരുന്നു, ഇല്ല മിസ്സേ, പറയാറായിട്ടില്ല, രാത്രി ചിലപ്പോ ഒരു പെരുക്കൻ മഴ വന്നേക്കാം. അല്ലെ, ഇപ്പത്തെ മഴ അങ്ങനെയാണ്, വരും പോകും. ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ടാവും. ഓ മൈ ഗോഡ്, എത്ര പേരുടെ വീടിന്റെ അടുത്ത മഴ! എത്ര പേരാ? 23 പേര്. 23 പേര്. ഓക്കെ, അപ്പൊ മിസ് ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് പറയാം. അവിടെയുള്ളവരൊക്കെ കൈ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടാ. ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവർ ലോവർ ഹാൻഡ് ചെയ്യണം. ഈശ്വര, ഇതൊക്കെ തൃശ്ശൂരായിരുന്നോ? ഞാൻ തൃശ്ശൂരുള്ള, എന്നോട് മഴ പെയ്യുന്നില്ല. ഒന്നും കൂടി എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തേ. മഴയുള്ള സ്ഥലത്തുള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യൂ. എല്ലാവരും അല്ല, മഴ പെയ്യുന്ന നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് മഴ പെയ്യുന്നുണ്ടോ? എത്ര പേരാ സാർ? ഒന്ന് നമ്പർ പറഞ്ഞേ. മഴയുള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്താൽ മതി. 39. എത്ര ഹാൻഡ് റൈസസാ? 40. 43. 43 സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ആണോ? എത്ര? 45. ഓക്കെ, മതി. അപ്പൊ നേരത്തെ ഒന്നും ആരും ഹാൻഡ് റൈസ് ചെയ്തില്ല. അപ്പൊ ഇനി മിസ് പറയും, ഓരോ സ്ഥലത്തുള്ളവര് ലോവർ ഹാൻഡ് ചെയ്യാൻ പറയുമ്പോ അത്ര പേര് ലോവർ ഹാൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങ് മോളീന്ന് തുടങ്ങാല്ലേ. തിരുവനന്തപുരത്തുള്ളവര് ലോവർ ഹാൻഡ് ചെയ്തോ? ഈ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നതില് തിരുവനന്തപുരത്തുള്ളവര് ലോവർ ഹാൻഡ് ചെയ്തോ? ഒരാളേ ഉള്ളൂ. 4 പേര്. തിരുവനന്തപുരംകാരൊന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. ട്രിവാൻഡ്രം ലോവർ ഹാൻഡ് ചെയ്ത്. ഓ, ഒരാളുള്ളൂ ട്രിവാൻഡ്രം. 3 ആള്. യെസ്. അടുത്ത സ്ഥലം ഏതാ? കൊല്ലത്തുള്ളവരൊന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. കൊല്ലംകാർ ലോവർ ഹാൻഡ് ചെയ്തേ. കൊല്ലം ലോവർ ഹാൻഡ് ചെയ്തോ? അടുത്ത ഏതായിരുന്നു സർ? തിരുവനന്തപുരം, കൊല്ലം കഴിഞ്ഞിട്ട് ഏതാ? അറിയില്ലല്ലേ? തൽക്കാലം നമുക്ക് അറിയാവുന്നത് വെച്ച് കൈകാര്യം ചെയ്യാം. ഇടുക്കിക്കാരൊന്ന്. പത്തനംതിട്ടയോ? പത്തനംതിട്ട അവിടെ ഇവിടെ ഇല്ലേ? പത്തനംതിട്ട ഇവിടെയാണോ? പത്തനംതിട്ട പത്തനംതിട്ടക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത. മിസ് മാത്സ് ആയി പോയില്ലേ പിള്ളേ? പത്തനംതിട്ടക്കാരൊന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. പിള്ളേര് പറഞ്ഞു മിസ് പത്തനംതിട്ട. ലോവർ ഹാൻഡ് ചെയ്തേ. മിസ് സോഷ്യൽ പഠിച്ചിട്ട് കുറെ കാലമായിരുന്നു. പത്തനംതിട്ടക്കാർ ലോവർ ഹാൻഡ് ചെയ്തേ. കുറച്ച് പേരേ ഉള്ളൂ. ഭാഗ്യം, കുറെ പേരുണ്ടായിരുന്നെങ്കിൽ തല്ലുകൊള്ളേണ്ടി വന്നേനെ. ഇടുക്കിയിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ. ആണോ? ആലപ്പുഴ ഉണ്ടല്ലേ, ആലപ്പുഴക്ക് വരാം. ഇടുക്കിക്കാര് ലോവർ ഹാൻഡ് ചെയ്തേ. ഇടുക്കിക്കാര്. ഈ പറഞ്ഞ പിള്ളേരൊന്നും ഇടുക്കിന്ന് പത്തനംതിട്ടയിൽ നമുക്ക് പിള്ളേരില്ലേ? കുറവാണല്ലോ. ആലപ്പുഴക്കാര് ലോവർ ഹാൻഡ് ചെയ്തേ. 5 എണ്ണായി അല്ലേ? ആലപ്പുഴ
ആലപ്പുഴക്കാർ ലോവർ ഹാൻഡ് ചെയ്ത്. ഈശോയ്ക്ക് ആലപ്പുഴയിൽ നിന്നും ആരുമില്ലേ? ഈ പറഞ്ഞ 5 സ്ഥലത്തുനിന്ന് ആരുമില്ലേ? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, ഇത്രയും സ്ഥലത്തുനിന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. ഇത്ര പേരുള്ളൂ സ്റ്റിൽ. ആഹാ, അടിപൊളി. അടുത്ത കോട്ടയം. കോട്ടയംകാർ ലോവർ ഹാൻഡ് ചെയ്യൂ. കോട്ടയം. കോട്ടയം കോട്ടയം ഇല്ല. അപ്പൊ എല്ലാവരും ഇപ്പുറത്തുനിന്നാണ്. കോട്ടയം. എറണാകുളം. എറണാകുളംകാർ ലോവർ ഹാൻഡ് ചെയ്തോ. എറണാകുളംകാർ ലോവർ ഹാൻഡ് ചെയ്തേ. തൃശ്ശൂര്. തൃശ്ശൂര് നമ്മുടെ സ്വന്തം തൃശ്ശൂര് ലോവർ ഹാൻഡ് ചെയ്യൂ. ലോവർ ഹാൻഡ് ചെയ്യൂ. അപ്പൊ തൃശ്ശൂരാണോ ഏറ്റവും കൂടുതൽ മഴ? എന്റെ ഈശോയെ, അപ്പൊ ഞാൻ എവിടെയാ നിക്കണേ? ഞാൻ ഈ ഭൂമിയിൽ എവിടെയിട്ട് വരും? ഞാൻ തൃശ്ശൂരാന്ന് പറഞ്ഞോണ്ട് നിൽക്കായിരുന്നല്ലോ. ഓക്കെ, തൃശ്ശൂര്. പാലക്കാട്. പാലക്കാട് ലോവർ ഹാൻഡ് ചെയ്യൂ. പാലക്കാട്ടുകാർ കുറെ പേരുണ്ട്. ഒക്കെ ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയേണ്ടിയിരിക്കുന്നു ഇനി. പാലക്കാട്. അടുത്ത ഏതായിരുന്നു? മലപ്പുറം. മലപ്പുറം. കോഴിക്കോട്. കോഴിക്കോട്. ഇനി ഏതായിരുന്നു സ്ഥലം? കണ്ണൂർ പറഞ്ഞില്ലേ? കണ്ണൂര്. തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്. ഇനി എന്ത് ലാസ്റ്റ്? കാസർഗോഡ്. വയനാട് ലോവർ ഹാൻഡ് ചെയ്യും. എന്റെ പൊന്നെ, എനിക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം. ഞാൻ പക്ഷെ അറിയാത്ത പോലെ അഭിനയിക്കുന്നതല്ലേ. വയനാട്. ഇനി കാസർഗോഡുകാരാണ് ഈ ഇരിക്കുന്ന 5 പേര്. ആണോ? ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ കാസർഗോഡുകാരാണോ? ആണോന്ന് ഒന്ന് തലാട്ടടോ. ഹാൻഡ് റൈസ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് അറിയില്ലേ? പേരൊന്ന് വിളിച്ച സർവറെ. എയ്ബലെ, കാസർഗോഡാണോ നിന്റെ വീട്? അപ്പൊ കറക്റ്റ് ആയിട്ട്. പിന്നെ അടുത്തത് ആൻ. കാസർഗോഡ് നിന്നാണോ? ആൻമരിയ കാസർഗോഡാണോ വീട്? ഓക്കെ, ഒരാളെ കൂടി ഇട്ടില്ല സർ. സൈനബിന്റെ വീട് കാസർഗോഡാ? ശരി, ഇത് ചോദിക്കാനാണോ ഇത്ര നേരം കൈപോയിക്കുന്നത്? എന്തിയെ? ഓക്കെ, വേഗം ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ ജില്ലക്കാരെയും കണ്ടു. സന്തോഷമായില്ലേ? കുറച്ചേരം കൈപോക്കി നിന്ന് കഴിഞ്ഞപ്പോ. ഇത്രയും സ്ഥലത്ത് മഴയുണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്റെ സ്ഥലത്ത് മഴയില്ല. ഓക്കെ, എനിവേ നമ്മള് ഇന്ന് നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ? നമ്മുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി ഫോർ ദാറ്റ്? അതിന് റെഡി ആണോ എന്റെ മക്കളെല്ലാവരും? റെഡി ആണോ? റെഡി ആണെങ്കിൽ എങ്ങനെ പറയണമെന്നാ മിസ് പറഞ്ഞിട്ടുള്ളത്? റെഡി ആണെങ്കിൽ എങ്ങനെ പറയണം? യെസ് വി ആർ റെഡി. തലാട്ടാനല്ല. യെസ് ഐ ആം റെഡി. പറഞ്ഞേ. യെസ് ഐ ആം റെഡി. പറയൂ. റെഡി ആണോ മക്കളെ? ശരി, ചിലര് എഴുത്തോടെ എഴുത്താണ്. 3-4 പേര് പറഞ്ഞു റെഡി ആണെന്ന്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ മിസ്, 1 2 3 കൗണ്ട് ചെയ്യേ. 3 ആവുമ്പോ പറയണം ഐ ആം റെഡി എന്ന് പറയണം കേട്ടോ. ഓക്കെ, റെഡി? 1 2 3. അപ്പോൾ ഓക്കെ കുറെ പേര് ചെയ്തു. കുറച്ച് പേര് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിവേ, എന്തെങ്കിലും ആവട്ടെ, സന്തോഷായി. ഇനി വേറൊരു കാര്യം പറയട്ടെ. നമുക്കിട്ട് ടെക്സ്റ്റിനകത്ത് ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സാർ ഒന്ന് വിളിച്ചേ. ആരാധ്യ. വേണ്ട, ടെക്സ്റ്റ് എടുക്കണ്ട കേട്ടോ. മിസ് പറയുമ്പോ മാത്രം എടുത്താൽ മതി. ടെക്സ്റ്റ് ടേബിളിൽ ഇരുന്നോട്ടെ, നിങ്ങൾ പഠിക്കുന്നതിന്റെ അടുത്ത് ഇരുന്നോട്ടെ. മിസ് പറയുമ്പോ മാത്രം തുറന്നാൽ മതി കേട്ടോ. അത് ഈ ക്ലാസ്സിൽ നിന്നല്ല, എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. മിസ് പറഞ്ഞിട്ട് മാത്രം അത് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, യെസ് സെഫാറിൻ. യെസ്. ഇനി മിസ് വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ടാണ് 90+ ജോയിൻ ചെയ്യുന്ന എന്നുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പറ, ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ 90+ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, ട്രയൽ ആയിരുന്നു ഇത്രയും ദിവസം. ഇന്നാണ് ശരിക്കുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്നുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. എത്ര നാള് ട്രയൽ ആയിരുന്നു.
ട്രയൽ ക്ലാസ്സിലായിരുന്നു. ഇന്നാണ് ആദ്യമായിട്ട് 90+ ശരിക്കുള്ള ക്ലാസ്സിലേക്ക് കയറുന്നത് എന്നുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. എത്ര പേരാ 13 പേര്. ഓക്കെ, അപ്പൊ എല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. മിസ്സിനെ അറിയാവുന്നവരൊക്കെ ഒന്ന് ലവർ ഹാൻഡ് ചെയ്തേ. മിസ്സിനെ അറിയാം, മിസ്സായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളവരൊന്ന് ലവർ ഹാൻഡ് ചെയ്തേ. കണ്ടേ, ആരൊക്കെ അല്ലേ അറിയുന്നേ. അപ്പൊ ഞാൻ ആരോട് അത്ര നാള് സംസാരിച്ചോണ്ടിരുന്നു. യെസ്, മിസ്സിനെ അറിയാം, മിസ്സായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുള്ളവരൊന്ന് ലവർ ഹാൻഡ് ചെയ്തേ. അത്രയും പേരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വഴിയെ പരിചയപ്പെടാം. എല്ലാവരും പരിചയപ്പെട്ട് വരുമ്പോഴത്തേനും ഇന്നത്തെ ദിവസം തീരും. അപ്പോ മിസ് ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്? ഫസ്റ്റ് പാർട്ടല്ലേ കിട്ടിയുള്ളൂ. 2 പാർട്ടിൽ കൂടി ചേർന്ന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? വേഗം പറയും. ചാറ്റ് ബോക്സിൽ പറ, വേഗോട്ടെ. എത്ര? 7 ചാപ്റ്റേഴ്സ്. അത് ഒരു പാർട്ടില് കേട്ടാ. 2 പാർട്ടിലും കൂടി ചേർന്നിട്ട് 14 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. എത്ര ചാപ്റ്റേഴ്സാ? 14 ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഈ 14 ചാപ്റ്റർ പഠിച്ച് തീർന്നെങ്കിൽ ഒരു 1.5 സ്പീഡിൽ നമുക്ക് പോണം. അതില് ഒട്ടുമിക്ക ചാപ്റ്റേഴ്സ് തന്നെ നല്ല വലിയ ചാപ്റ്റേഴ്സ് ആണ്, ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഫ്രാദ് സാർ നിങ്ങളെ തകർത്തിയായിട്ട് പഠിപ്പിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതേ സാധനങ്ങൾ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഭാഗ്യമുള്ള പിള്ളേരാണ്. അപ്പൊ നല്ല മാർക്കോട് കൂടി പഠിക്കണം കേട്ടോ. അപ്പോ നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. പാരലൽ ലൈൻസ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? പാരലൽ ലൈൻസ്. കേട്ടിട്ടുണ്ടോ പാരലൽ ലൈൻസ്? കറണ്ട് ഇല്ലേ? നൈറ്റ് പോയതാ, കഴിഞ്ഞ ദിവസം പോയതാണോ ഋഷ്വി? സാറില്ല, ഇനിയിപ്പോ മഴ തീരുന്ന വരെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പാരലൽ ലൈൻസ് കേട്ടിട്ടുണ്ടോ പിള്ളേരെ? ലോവർ ഹാൻഡ് ചെയ്തേ. ഈ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവർക്ക് ലോവർ ഹാൻഡ് ചെയ്തേ. മിസ്സിനോട് എന്തെങ്കിലും പറയാനുള്ളവർ മാത്രം ഇനി ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. മിസ്സിനോട് എന്തെങ്കിലും സംസാരിക്കണം, എന്തെങ്കിലും പറയണം എന്നുള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ. അലന് എന്നോട് എന്തോ അലനല്ലേ? അലന് മിസ്സിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടോ അലനെ? വേണ്ട, ടെക്സ്റ്റ് ബുക്ക് വേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്. അടുത്ത ആളാരാ? ദക്ഷ്വിൻ. ഹലോ ദക്ഷ്വിൻ. ടെക്സ്റ്റ് ബുക്ക് വേണ്ടാന്ന് അവിടെ ഇരുന്നോട്ടെ. ടെക്സ്റ്റ് ബുക്ക് വേണ്ട. ഇത് പറയാനാണോ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നേ? പാർവതി. ഇവിടെ ഇടയ്ക്ക് കരണ്ട് പോവും. അപ്പൊ ഈ ക്ലാസ്സിന് ലീവ് ആവും. അതെന്താ, വൈഫൈ ആണോ? അതാണ്. ആ മൊബൈലിന്റെ ഡാറ്റയും കൂടി ഓൺ ആക്കിട്ടേക്ക്. ഫോണിലേ സാറിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ക്ലാസ്സിലെ ലിങ്ക് വാങ്ങി കണ്ടാ മതി കേട്ടാ. പാർവതിയുടെ വീട് തൃശ്ശൂർ എവിടെയാ? കൊടുങ്ങല്ലൂർ ഭാഗത്താണോ? അല്ല, നടത്തുരുത്തിയാണോ? എടത്തുരുത്തി തൃപ്രയാർ ഭാഗാണോ? ഓക്കെ. ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കൂ കേട്ടോ. ചെരിച്ച്. അടുത്ത ആളാരാ? നോവ. എന്താണ്? ഇപ്പൊ തന്നെ ഞാൻ എന്താടാ പറഞ്ഞത്? ബുക്ക് വേണ്ട കേട്ടാ. അടുത്ത ആള് തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിണങ്ങി പോട്ടാ. ഉത്തര. അന്ന് അത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വിഷമം വേണ്ട, ഉത്തര തന്നെ അങ്ങ് പറഞ്ഞോളൂ. ഏതായിരുന്നു ചോദ്യം? കഴിഞ്ഞ ക്ലാസ്സിൽ 5 സെന്റിമീറ്റർ ആണ് ഒരു വശം, ഒരു സൈഡ് 12 സെന്റിമീറ്റർ ആണ് അല്ലെ? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. എന്താ കിട്ടിയത്? 73 സ്ക്വയർ. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ഹൈപ്പോട്ടന്യൂസ്?
ആദ്യം 5-ന്റെയും 12-ന്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന ആൻസർ 2 കൊണ്ട് ഹരിക്കും. 2 കൊണ്ട് ഹരിക്കല്ല ചെയ്യാ, സ്ക്വയർ റൂട്ട് കാണും കേട്ടാ. ഇതിന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144. ഇത് തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ റൂട്ട് കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ 20 വരെയുള്ള സ്ക്വയർ 15 വരെയുള്ള സ്ക്വയറുകൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക്, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 169 കിട്ടും. റൂട്ട് 169, റൂട്ട് 169 വെച്ചാൽ 13. അപ്പൊ ആൻസർ 13 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ, ഹോംവർക്ക് ക്വസ്റ്റിന്റെ ആൻസർ കേട്ടോ. ഇനിയും ഹാൻഡ് റൈസ് ഓരോന്നോരോന്നായി കൂടി വരുന്നുണ്ടല്ലോ, എന്താണാവോ? കൃഷ്വിൻ എന്തേ? മിസ് ഇവിടെ കറണ്ട് ഇല്ല, അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയിട്ടിരിക്കുന്നു, മിസ്സിന് കാണാനുണ്ടാവൂല. ഇതിനെ കാണാനില്ലേ? കുഴപ്പമില്ല, നീ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി ഹാൻഡ് റൈസ് അപ്പൊ കൂടി വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇത് ഹാൻഡ് റൈസ് വിളിച്ച് ഇന്നത്തെ സമയം പോകും. സോ ആ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവരൊക്കെ എന്താണ് കാരണം എന്നുള്ളത് വേഗം ചാറ്റ് ബോക്സിൽ ഇട്ടേ. എന്തിനാണ് ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നതെന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടുക കേട്ടോ. എല്ലാവരുടെ ആൻസർ വന്നോന്ന് നോക്കണേ. സർ, ഈ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവരൊക്കെ കാരണം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് കാണണം. ചാറ്റ് ബോക്സിൽ ഇടും, വേഗം ചാറ്റ് ബോക്സ് എടുക്കുക. മിസ്സേ, ഇതിനാണ് ഞാൻ വേഗോട്ടെ, ഇതിനാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. ഏതിന്? വേഗം ഇടും. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പാരലൽ ലൈൻസ് എന്നാണ്. പാരലൽ ലൈൻസ് കേട്ടിട്ടുണ്ടോ എന്റെ മക്കള്? കേട്ടിട്ടുണ്ടോടാ? എല്ലാവരും പാരലൽ ലൈൻസ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പറയടോ. യെസ്, കേട്ടിട്ടുണ്ട്. യെസ്, ഒന്നുകൂടി പറയുന്നോ? പൈത്തഗോറസ് തിയറം ആണോ? ട്രയാങ്കിൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണോ? ഒന്നുമില്ല. 5ന്റെ സ്ക്വയർ കാണാം 25, പിന്നെ തന്നേക്കുന്ന സൈഡത്തെ 12, 12ന്റെ സ്ക്വയർ ആണ് 144. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 169 കിട്ടും. 169 ഇതിന്റെ റൂട്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 തൊട്ട് 15 വരെയുള്ള സ്ക്വയറുകൾ പഠിക്കണം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. 13ന്റെ സ്ക്വയർ ആണ് 169. അപ്പൊ 169ന്റെ സ്ക്വയർ റൂട്ടാണ് 13. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. 2 ക്ലാസ്സുകളിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ മുന്നത്തെ ക്ലാസ്സിൽ ലിങ്ക് ഒന്ന് വാങ്ങി കണ്ടാൽ മതി. കുറെ പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, 5ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈസ മാത്യു, നീ എവിടെയൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നിന്നെ പൊക്കോട്ടെ. ഞാൻ പൈസ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കാന്ന് പറയാനായിട്ട്? പൈസ, യെസ്, അൽസ, വെരി ഗുഡ്. പൈസ, നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നാ? ഉണ്ടായില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങി കാണണം എന്ന് അറിഞ്ഞൂടെ? അറിയാമോ? കണ്ടോ? എന്തിയേ? കറണ്ട് ഉണ്ടായില്ലേ? ആ ചാറ്റ് ബോക്സിലിട്ടെ. എന്തായാലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റണ്ടേ? അപ്പൊ പാരലൽ ലൈൻസ് കുറെ നേരം ഉണ്ട്. പാരലൽ ലൈൻസ് എന്ന് പറയുന്നു. എന്താണ് പാരലൽ ലൈൻസ് ആർക്കെങ്കിലും അറിയാമോ? അറിയോ? അറിയില്ല. ഇതില് മുട്ടാതെ പോകുന്ന ലൈനുകൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്ര കൂട്ടിമുട്ടിക്കാൻ നോക്കിയാലും കൂട്ടിമുട്ടാത്ത ടൈപ്പ് ലൈനുകളാണ് പാരലൽ ലൈൻസ്. ഇങ്ങനെ പോകും, മനസ്സിലായോ? ഇപ്പോ ഇങ്ങനെ കുറച്ച് ചെരിവ്, ഒരെണ്ണം ഇത്ര ചെരിവ്, ഒരെണ്ണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ കൂട്ടിമുട്ടിയിട്ടുണ്ടോ? അപ്പൊ അവര് പാരലൽ ലൈൻസ് അല്ലേ? നോക്കിയേ, ഇങ്ങനത്തെ 2 ലൈനുകളുണ്ട്, ഇങ്ങനത്തെ 2 ലൈനുകളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും പരസ്പരം കൂട്ടിമുട്ടിയിട്ടില്ല അല്ലെ? ഇവര് പരസ്പരം കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് 2 പാരലൽ ലൈൻസ് ആണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് 2 പാരലൽ ലൈൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് പെരുകാണ്ടൊന്ന് മര്യാദക്ക് ഇരുന്നേ. ഇങ്ങോട്ട് നോക്കിയാ മിസ് പറയുന്നത്. മിസ്സിനെ നോക്കിയാൽ മതി, ആരും ഒന്നും എഴുതണ്ട. എല്ലാവരും പേന താഴെ വെച്ചിട്ട് മിസ്സിനെ നോക്കിയിരുന്നേ. ഇങ്ങോട്ട് നോക്ക. അപ്പോ ഈ 2 ലൈനുകളും പരസ്പരം കൂട്ടിമുട്ടിയിട്ടില്ല അല്ലെ? 2 ലൈനുകളും പരസ്പരം കൂട്ടിമുട്ടിയിട്ടില്ല. പക്ഷെ രണ്ടും പാരലൽ ലൈൻസ് അല്ല. ഇത് പാരലൽ ലൈൻ ആണ്. കാരണം ഇവരെ നമ്മൾ എത്ര നീട്ടി വരച്ചാലും ഇവർ ഒരുമിച്ചും കൂട്ടിമുട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ?
അങ്ങനത്തെ ലൈനുകളാണ് പാരലൽ ലൈൻസ്. ഈ ലൈനുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ നമ്മൾ വരച്ച ഈ ലൈനുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇവരെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു പോയിന്റിൽ ഇവർ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ ഇങ്ങനത്തെ ലൈൻസ്, കൂട്ടിമുട്ടുന്ന ലൈൻ നമ്മൾ പറയുന്നതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. എന്താണ് കൂട്ടിമുട്ടുന്നതിനെ പറയുന്നത്? ഇന്റർസെക്റ്റ്. ഓക്കെ, ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഇവിടെ ഒട്ടും കൂട്ടിമുട്ടാൻ യാതൊരുവിധ വഴികളില്ല, അതിനെ പറയുന്നതാണ് പാരലൽ ലൈൻസ്. ഓക്കെ, ഇതിന് ഒരു എക്സാമ്പിൾ ആണ്, ഇത് എഴുതണ്ട, ഇതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ റെയിൽവേ ലൈൻ. അതായത് തീവണ്ടി പോകുന്ന റെയിൽപാളം കണ്ടിട്ടില്ലേ? തീവണ്ടി പോകുന്ന റെയിൽപാളം എങ്ങനെ ഇരിക്കുക? ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ. ചില വളവുകൾ വരുമ്പോ എങ്ങനെ വരിക? ഇങ്ങനെ പോയി 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 ഇങ്ങനെ വളയും. അതിനൊപ്പം തന്നെ ഇതും ഇങ്ങനെ പോയി 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 ഇങ്ങനെ വളയും ഇല്ലേ? കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പോവും. ഇനി വേറൊരു റെയിൽപാളം കൂടി ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ, ഇവിടുന്ന് വേറൊരു റെയിൽപാളം വരികയെന്ന് വിചാരിക്കും. അതെങ്ങനെ ഉണ്ടാവുക? അത് പോകുന്നത് അതിൻ്റെതായ വഴിക്ക് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. ഒരിക്കലും ഈ രണ്ട് ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അല്ലെ. കൂട്ടിമുട്ടുന്നുണ്ടോ? ഒരു റെയിൽപാളത്തിന്റെ രണ്ട് വശങ്ങളും ഒരിക്കലും കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടി എന്താ ഉണ്ടാവുക? ട്രെയിൻ വല്ല വഴിക്ക് പോകില്ലേ? ട്രെയിൻ പോകും. ട്രെയിൻ ഓടാൻ പറ്റും, രണ്ട് ടയറും കൂടെ ഒരേ വഴി കൂടെ അല്ലേ പോകുന്നത്. സോ ഈ പാരലൽ ലൈൻസിന് നല്ല ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ എന്ത്? റെയിൽവേ ലൈൻ. ഓക്കെ, ഇനി മിസ് പറയട്ടെ, ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ നോട്ട്ബുക്ക്, വരയിട്ട നോട്ട്ബുക്ക് ഇല്ലേ? വരയിട്ട നോട്ട്ബുക്ക് കണ്ടിട്ടുണ്ടോ? നോവ ഫസ്റ്റ് വാണിംഗ് കേട്ടാ. അപ്പോ വരയിട്ട നോട്ട്ബുക്ക് ഇല്ലേ നിങ്ങളുടെ? ഇങ്ങനെ 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 വരയിട്ടുണ്ടാവും അല്ലെ. ഇതിനകത്ത് ഓരോ ലൈനുകളും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കാരണം ഇവർ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല കേട്ടാ. ഇതെല്ലാം ഒരേ തുല്യ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സെയിം ദൂരം തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോ ഈ രണ്ട് വരികൾ തമ്മിലുള്ള ദൂരം തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് പാരലൽ ലൈൻസ്. കൂട്ടിമുട്ടുന്ന ലൈനുകൾ, ഇങ്ങനെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ലൈനാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഇന്റർസെക്റ്റിംഗ് പറയാട്ടോ ഇല്ലേ? എഴുതേണ്ട സമയമാകുമ്പോൾ മിസ് പറയാം, ഇപ്പൊ എഴുതണ്ട കേട്ടോ. യെസ്, അപ്പൊ എന്താണ് പാരലൽ ലൈൻസ് എന്ന് മനസ്സിലായി അല്ലെ. അതേക്കുറിച്ച് ഇനി ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ഓക്കെ, ഈ റെയിൽ പാരലൽ ലൈൻ എന്ന് പറഞ്ഞില്ലേ, ഈ ലൈൻ ഇല്ലേ, അതായത് ഇപ്പം ഈ ലൈൻ ഇതിനോട് പാരലൽ ആണ് ഈ ലൈൻ. അതായത് ഇവർ തമ്മിലുള്ള ദൂരം എപ്പോഴും ഒരേപോലെ ഇരിക്കും, ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ സെയിം നീളത്തിൽ തന്നെ വീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. അതേപോലെ ഇവർ രണ്ടുപേരും ഒരേ നീളത്തിലായിരിക്കും. അപ്പൊ റെയിൽ എന്ന് പറയുന്നത് അതിനൊരു പാരലൽ ലൈൻ ഒരു എക്സാമ്പിൾ ആണ്. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പാരലൽ ലൈൻസ് കാണാറുണ്ട്. ഓക്കെ, ഈ ലൈനും ഈ ലൈനുകളെല്ലാം പരസ്പരം പാരലൽ ആണ്. പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതും പാരലൽ ലൈൻസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. വേറെ കണ്ടോ, ഈ ഓരോ ബീം എടുക്കുകയാണെങ്കിലും ഇതും പാരലൽ ആണ് പരസ്പരം. കണ്ട, നോട്ട്ബുക്കിന്റെ വരകള് ഇവരൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല. നോട്ട്ബുക്കിന്റെ വരകൾ പാരലൽ ആണ്. അതുപോലെ ജനലിന്റെ കമ്പികൾ പാരലൽ ആണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? പാരലൽ ലൈൻസ് എന്താന്ന് മനസ്സിലായില്ലേ? രണ്ട് ലൈനുകൾ തമ്മിലുള്ള ദൂരം തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് പാരലൽ ലൈൻസ് പറയുന്നത്. ഇത് എഴുതിയെടുത്തോ. ലൈൻസ് വിച്ച് ആർ അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് എവ്രിവെയർ and do not meet anywhere are called parallel lines. ലൈൻസിന്റെ പ്രത്യേകത എന്താ? ലൈൻസ് വിച്ച് ആർ അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് എവ്രിവെയർ. അതായത് ലൈനുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും എവ്രിവെയർ, എല്ലാ സ്ഥലങ്ങളിലും. ഓക്കെ, രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും എല്ലായിടത്തും. ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ. ഈ രണ്ട് ലൈനുകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല, മീറ്റ് ചെയ്യില്ല, അവർ കണ്ടുമുട്ടില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ലൈൻസിനാണ് നമ്മൾ എന്തെന്ന് പറയാ? പാരലൽ ലൈൻസ് എന്ന് പറയാം. ആരാണ്? എന്താണ് ആരൺ?
ടീച്ചറെ ഈ പാരലൽ ലൈൻസ് വളഞ്ഞ കുഴപ്പമുണ്ടോ? എങ്ങനെ ഇങ്ങനെയോ? നമ്മള് വളയത്തില്ലേ അതുപോലെ ലൈനുകൾ ഒരിക്കലും വളയില്ല. ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അല്ലേ, വളഞ്ഞാൽ അത് ആർക്കായി. ഓക്കെ, നമ്മൾ പറയുന്നത് പാരലൽ, നമ്മൾ പറയുന്നത് ലൈൻസ് ആണ്. ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും, വടി പോലെ നിൽക്കും. ഇങ്ങനെ വളയുന്ന സാധനമാണ് നമ്മൾ പറയുന്നത് ആർക്കാണ്. പാരലൽ ആർക്ക് എന്നല്ല, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് റെയിൽവേ ലൈൻ. പക്ഷെ അതൊരിക്കലും എന്തല്ല, പാരലൽ ലൈൻ അല്ല. എല്ലാവരും ഇത് കഴിഞ്ഞോ? കണ്ടോ? വേറെയും കുറച്ച് എക്സാമ്പിൾസ്. നമ്മുടെ ഏണി, ലാഡർ, ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ലാഡർ എന്ന്. സനൂഫ, യെസ്, വെരി ഗുഡ്. അപ്പൊ ലാഡർ, ഏണിയുടെ ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അതുപോലെ തന്നെ ഇത് ഓരോന്നും പാരലൽ ആണ്, ഓരോ പടികളും പാരലൽ ആണ്. ഇനി ഇതേ അത്ലറ്റ്സ് ഓടുന്ന ഈ ട്രാക്ക്, ഇത് പാരലൽ ആണ്. ഇതൊക്കെ കൂട്ടിമുട്ടി എന്താ ഉണ്ടാവുക? പരസ്പരം കൂട്ടിയിടിച്ച് വീഴും അല്ലെ. സോ ഈ വരകളും പാരലൽ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ എല്ലാവർക്കും? അതൊന്ന് ഉഷാറായിട്ടിരുന്നേ. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ലൈനുകളെ കുറിച്ച് നമുക്ക് പറയാം. ഹൗ മെനി ആംഗിൾസ് ആർ ഫോംഡ് ബിറ്റ്വീൻ ദം? രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഇവരുടെ ഇടയിൽ എത്ര ആംഗിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്? പറഞ്ഞേടാ, ഓരോരുത്തരും ചാറ്റ് ബോക്സിൽ ഇട്ടേ. എന്റെ പേരെന്തുവാ? ദേവാനുരാഗേ. ദേവാനുരാഗേ, ദേവാനുരാഗ് എന്നില്ല എന്റെ പേര്. ആരാ? യെസ്, ഷോ ദേവപ്രയാഗേ. അവിടെ പോയവൻ ദേവപ്രയാഗ്. നിന്നെയാണോ ഞാൻ പേര് മാറ്റി വിളിച്ചേ? ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ആംഗിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്? ആ ചാറ്റ് ബോക്സിൽ അവരുടെ നീ ഇട്ടാ? യെസ്, കുറെ പേരിട്ടു. കുറച്ച് പേരൊക്കെ ഇപ്പോഴും മടി പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഇടാത്തവരെ പൊക്കാം കേട്ടോ. ഇപ്പൊ വേണ്ട, അടുത്ത ചോദ്യത്തിന് ഉത്തരം ഇടാത്തവരെ നമുക്ക് പൊക്കാം. ഓക്കെ, അപ്പൊ 4 ആംഗിളുകളാണ് ഈ രണ്ട് ലൈൻസും കൂട്ടിമുട്ടിയപ്പോ ഉണ്ടായിട്ടുള്ളത് അല്ലെ. നമുക്ക് ഇവർക്കൊക്കെ ഒന്ന് പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഇത് നമുക്ക് ഒ എന്ന് കൊടുക്കാം അല്ലെ. കൂട്ടിമുട്ടി പോയിന്റിനെ ഒ എന്ന് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 4 ആംഗിൾസ് ആണ് രണ്ട് ലൈൻസും കൂട്ടിമുട്ടിയപ്പോ ഉണ്ടായി എന്ന് പറഞ്ഞു. ആ 4 ലൈൻസ് ഏതൊക്കെയാണ്? അതൊന്നും ആർക്കൊക്കെ പറയാൻ പറ്റും? ആംഗിൾസിന്റെ പേര് പറയണം കേട്ടോ. ആംഗിൾസിന്റെ പേര് പറയണം. സർ, ഒരു 4 പേരെ വേഗം വിളിച്ചോ. ഹാൻഡ് റൈസർക്ക് ഉത്തരം അറിയാം. എന്തായാലും വിളിച്ചോ. മറ്റുള്ള ഹാൻഡ് റൈസ് ചെയ്തതല്ലേ. ഒരാളെ ഹാൻഡ് റൈസ് ചെയ്ത് വിളിക്കുക, പിന്നെ ഹാൻഡ് റൈസ് ചെയ്യാത്ത വിളിക്കുക കേട്ടോ. ഫാത്തിമ പറയൂ ഫസ്റ്റത്തെ ആംഗിള്. ഫാത്തിമ ഫുൾ നെയിം പറഞ്ഞു. ഫാത്തിമ സാറ. സൈബ. യെസ്, ഫാത്തിമ സൈബ. സൈബ. ഓ, എന്തോ ഫോൺ? ശരി. ആദ്യം തന്നെ ഫോൺ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡ് വെക്കോ, ഇങ്ങനെ ചെരിച്ചിട്ട് വെച്ചോ. ഇനി മിസ് പറഞ്ഞത് ഇവിടെ 4 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്തിട്ട്. ആ 4 ആംഗിൾസിന്റെ പേരൊന്ന് പറയാമോ? ഒരെണ്ണത്തിന്റെ പേര് പറയോ? 4 ആംഗിൾസാ എവിടെ അല്ലേ? 2 ആ. എത്ര ആംഗിൾ 4 ആംഗിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 4 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ എങ്കിലും പേര് പറയാമോ? ശരി, ഇത് 4 എണ്ണമാണ് എന്റെ ആംഗിൾസ്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് 1, ഇത് 2, 3, 4. ഈ ഒന്നാമത്തെ ആംഗിളിന്റെ പേരെന്താന്ന് അറിയോ സൈബയ്ക്ക്? ഇല്ല. ഓക്കെ, വേറൊരാളെ വിളിച്ചു സർ. അമ്മേനെ വിളിക്കൂ. അമ്മയെ പറ.
ആംഗിൾ ബി സിയോ? നോ. തൊട്ടപ്പെടുത്താണ് വിളിക്കും. ആ സാരില്ല, വിളിക്കാം. പറയുന്നുണ്ടോ ബാബ? ആംഗിൾ എ ഒ ഡി. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ കേട്ടോ. ആംഗിൾ എ ഒ ഡി, അതാണ് നമ്മുടെ ആദ്യത്തെ ആംഗിൾ. ആംഗിളിന് പേര് കൊടുക്കാനായിട്ട് പഠിച്ചതൊക്കെ മറന്നുപോയോ ഒരു വെക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേനും? ആംഗിൾ എ ഒ ഡി. എങ്ങനെയാണ് ആംഗിളിന് നമ്മൾ പേര് കൊടുക്കുന്നത്? ഒന്നാമത്തെ ആംഗിളിന്റെ പേരാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നാണ് നന്ദഗോപൻ തുടങ്ങിയത്. എയിൽ നിന്ന് തുടങ്ങി. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? കോൺ ആണ് അല്ലെ? ഇതാണ് നമ്മുടെ ആംഗിള്. ഏത്? ഇതാണ് നമ്മുടെ ആംഗിൾ. ഓക്കെ, ഈ ആംഗിളിന്റെ പേര് നമ്മൾ എങ്ങനെ കൊടുക്കുക? എയിൽ നിന്ന് തുടങ്ങി നടുക്ക് എവിടെയാണോ ആംഗിൾ വന്നേക്കുന്നത് ആ ലെറ്റർ നടുക്ക് വരണം. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ആംഗിൾ. ഓയിലാണ് ആംഗിൾ വന്നേക്കുന്നത് അല്ലെ? സോ ഓ നടുക്ക് വരണം. ഓയിൽ മുട്ടി എവിടേക്ക് പോയി? ഡിയിലോട്ട് പോയി. സോ നമ്മുടെ ആംഗിളിന്റെ പേര് ആംഗിൾ എ ഒ ഡി. ഒരിക്കലും എ സി ബി സി സി ഡി എ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ വശങ്ങളാണ്, ഒരിക്കലും ആംഗിളുകളല്ല. ആംഗിൾ എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു ചിഹ്നം ഇടണം, 3 ലെറ്റേഴ്സും ഉണ്ടാവാം. അതിനകത്ത് തുടങ്ങുന്നതാണ് ആദ്യം, പിന്നെ നടുക്ക് വരുന്ന ലെറ്റർ. അതായത് ആംഗിൾ എവിടെയാണോ വന്നേക്കുന്നത്, ഓയിലാണെങ്കിൽ നടുവിൽ ഓ വരണം, പിന്നെ അവസാനിക്കുന്നിടത്ത് ഡി. ഇങ്ങനെ എ ഒ ഡി ഇങ്ങനെ വേണം പേര് എഴുതാനായിട്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ആംഗിളിന്റെ പേര്, അതായത് ഈ ആംഗിളിന്റെ പേര് ആര് പറയും? എന്തോരം പേരാ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്ന ഒരാളെ വിളിച്ചോളൂ. ആരാ? മിഴി. മിഴി പറയൂ. ആ സാറില്ല അമ്മയ്യ. രണ്ടാമത്തെ ആംഗിൾ പറയട്ടെ? ആ രണ്ടാമത്തെ പറയൂ. എ ഒ ബി. എ ഒ ബി. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓയിൽ ടച്ച് ചെയ്തു, ബിയിലോട്ട് പോയി. ആംഗിൾ എ ഒ ബി. വെരി ഗുഡ്. മൂന്നാമത്തെ ആംഗിളിന്റെ പേര് ആര് പറഞ്ഞു തരും? റയാൻ. റയാനെ പറയടാ. ഇതാണ് മൂന്നാമത്തെ ആംഗിൾ. പറ. ആംഗിൾ ബി ഒ സി. ആംഗിൾ ബി ഒ സി. ബിയിൽ നിന്ന് തുടങ്ങി ഓയിൽ ടച്ച് ചെയ്ത് സിയിലോട്ട്. ആംഗിൾ ബി ഒ സി. ഇനി നാലാമത്തത് ആരെ പറഞ്ഞുതരാ? സെഫാറിൻ. സെഫാറിൻ പറയൂ. ആംഗിൾ ഡി ഒ സി. ആംഗിൾ, ഈ ആംഗിൾ ആണ് നാലാമത്തത്, ഡി ഒ സി. ആംഗിൾ ഡി ഒ സി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് നമ്മുടെ 4 ആംഗിളുകൾ. ആംഗിൾക്ക് പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ എവിടെയാണോ ആംഗിൾ വന്നേക്കുന്നത് അത് നടുവിൽ വരാവുന്ന രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ശ്രീലക്ഷ്മി, അമേയ, ആരും വിഷമിക്കണ്ട. മിസ് അടുത്ത ക്വസ്റ്റ്യനിൽ വിളിക്കാം കേട്ടാ. കണ്ടാരും അടുത്ത ക്വസ്റ്റ്യനിൽ വിളിക്കാം. എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തോ? ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് നമുക്ക് പലതും പഠിക്കാനുണ്ട്. നോക്കിയേ മിസ്, വേറൊരു കാര്യം പറഞ്ഞു തരാം, ശ്രദ്ധിക്കേ. ഈ 2 ലൈൻസ് എന്താണ്? 2 സ്ട്രെയിറ്റ് ലൈനുകൾ പരസ്പരം കൂട്ടിമുട്ടിയേക്കാണ് ഇവിടെ അല്ലെ? അല്ലെ? 2 സ്ട്രെയിറ്റ് ലൈനുകള് പരസ്പരം കൂട്ടിമുട്ടിയേക്കാണ് ഇവിടെ. നോക്കി, ഇങ്ങനെയും പോയി ഇങ്ങനെയും പോയി. ഓക്കെ, അപ്പൊ അവിടെ 4 ആംഗിളുകൾ ഉണ്ടായി. എന്തൊക്കെ ഉണ്ടായത്? 2 സ്ട്രെയിറ്റ് ലൈനുകൾ കൂട്ടിമുട്ടിയപ്പോ 4 ആംഗിളുകൾ ഉണ്ടായി. ഏതൊക്കെയാ? 1, 2, 3, 4. ഇതാണ് ആംഗിളുകളുടെ പേര്. ഇനി ഇവിടെ വേറൊരു പ്രതിഭാസം, വേറൊരു അത്ഭുതം കൂടെ നടന്നു. 2 ലൈനുകൾ കൂട്ടിമുട്ടി 4 ആംഗിളുകൾ ഉണ്ടായപ്പോൾ അതിൽ 2 പേര് ഒരേപോലെ എന്തുണ്ടായി? 2 ട്വിൻസ് ഉണ്ടായി. 2 പെയർ ഓഫ് ട്വിൻസ്. കേട്ടോ ട്വിൻസ്? എന്തുണ്ടായി? 2 ട്വിൻസ് ഉണ്ടായി. ആരൊക്കെയാണ് ട്വിൻസ്? 1ഉം 3ഉം ഒരേപോലെ ഇരിക്കുന്നു. എന്താ? 1ഉം 3ഉം ഒരേപോലെ, പരസ്പരം ഓപ്പോസിറ്റ് വന്നവര് ഒരേപോലെ ഇരിക്കുന്നു. 1ഉം 3ഉം ഒരേപോലെ, 2ഉം 4ഉം ഒരേപോലെ. മനസ്സിലായോ? എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി ഇവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 ആംഗിളുകൾ ഈക്വലായി. 2 സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടിയാല് എന്താ ഉണ്ടാവുക? ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഒരേപോലെ ഇരിക്കും. അതായത് ആംഗിൾ എ ഒ ഡി എന്തിനോട് ഈക്വലായി? ആംഗിൾ ബി ഒ സിനോട് ഈക്വലായി. അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് വരുന്ന 2 ആംഗിളുകൾ ഈക്വലായി. അതായത് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ
COD ഈക്വൽ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, ഇതിനാണ് നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവരെന്താണ്? ഇവര് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. പഠിച്ചല്ലോ? രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടിയാല് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആവും. ഓക്കെ അല്ലേ? അത്രയും കാര്യം മനസ്സിലായില്ലേ? ഇനി വേറൊരു സംഭവം കൂടി ഇവിടെ നടന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോൾ അടുത്ത് കിടക്കുന്ന രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാല് 180 ഡിഗ്രി കിട്ടുന്ന അവസ്ഥയായി. എന്താണ്? അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലീനിയർ പെയർ. അതായത് ആംഗിൾ AOBയും, അതായത് ഈ ആംഗിളും ആംഗിൾ BOCയും, അതായത് ഈ ആംഗിൾ, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ പെയർ. പഠിച്ചോ? എന്തൊക്കെ ഉണ്ടായത് ഒന്ന് പറഞ്ഞേ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടിയപ്പോ ഓപ്പോസിറ്റ് വന്ന ആംഗിൾസ് ഈക്വൽ ആയി. അടുത്തടുത്ത് കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ കൂട്ടിയാല് 180 ഡിഗ്രി കിട്ടും, 180 ഡിഗ്രി കിട്ടും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസും ഫോം ചെയ്തു, ലീനിയർ പെയറും ഫോം ചെയ്തു. ഓക്കെ അല്ലേ? പഠിച്ചോ? ഇത് വേഗം എഴുതിയെടുത്തോളൂ. ഈ എഴുതിയേക്കുന്നത് എഴുതിക്കൊള്ളൂ കേട്ടോ. എഴുതി കഴിഞ്ഞോ? ഓക്കെ. കണ്ടു കേട്ടോ, മിസ് കണ്ടു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് അതർ ആംഗിൾസ്. അതായത് ഈ PQRS നടുവില് O, ഇതാണ് നമ്മുടെ ഈ രണ്ട് ലൈൻസിന്റെ പേര്. നമ്മളോട് പറഞ്ഞേക്കാണ് ഫൈൻഡ് അതർ ആംഗിൾസ്. നമുക്ക് ഒരു ആംഗിൾ അറിയാം അല്ലെ? ആംഗിൾ QOR. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിളിന്റെ പേരെന്താ? QOR. ആംഗിൾ QOR 30 ഡിഗ്രി ആണെന്ന് അറിയാം. ബാക്കി ആംഗിളുകള് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ? ലിഡിയ വേഗം എഴുതിക്കൊള്ളു കേട്ടോ. വേഗം എഴുതും. ഹാൻഡ് റൈസാരൊക്കെ ഇത് എഴുതി തീരാത്തവരല്ലേ? വേഗം എഴുതിയെടുത്തോ. അൽസ 2 ലീനിയർ പെയർ അല്ല, 4 ലീനിയർ പെയർ ഉണ്ട്. 4 ലീനിയർ പെയർസ് ഉണ്ട് കേട്ടോ അൽസ. മിസ് ഒരെണ്ണം എക്സാമ്പിളിൽ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. യെസ് നന്ദഗോപൻ, വെരി ഗുഡ്. ഈ രണ്ട് ആംഗിളുകൾ മാത്രം കൂട്ടിയാലല്ല, ഈ രണ്ട് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 കിട്ടും. ഇനി മിസ് വേറെ കളർ കൊണ്ട് വരയ്ക്കാം, എന്തൊക്കെയാ? വൈറ്റ് കൊണ്ട്. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. ഈ രണ്ട് ആംഗിൾസ്. പിന്നെയോ പച്ചയ്ക്ക് വരയ്ക്കാം. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാലും 180 ഡിഗ്രി കിട്ടും. ഇനി റെഡ് കൊണ്ട് വരയ്ക്കാം. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അടുത്തടുത്തുള്ള ഏത് രണ്ട് ആംഗിൾസ് എടുത്താലും നമുക്ക് 180 ഡിഗ്രി കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കിയേ. ഇതില് ഒരു ആംഗിൾ നമുക്ക് 30 ഡിഗ്രി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും പിള്ളേരെ? എന്തായിരിക്കും ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ? ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ POS ഉം 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
ആംഗിൾ POS is equal to 30 degree. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഈ ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണമല്ലോ, അതായത് ആംഗിൾ POQ. ഈ പച്ചയും കൊണ്ട് വരച്ചേക്കുന്ന ആംഗിൾ POQ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു കാര്യം അറിയാം, ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും അല്ലെ? 30ഉം പിന്നെ ഇവിടുത്തെ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആംഗിൾ POQ കിട്ടാനായിട്ട് 180യിൽ നിന്ന് 30 കുറച്ച് നോക്കിയാൽ മതി. 30 കുറച്ചാൽ അറിയാലോ ബാക്കി എത്ര വേണമെന്ന്, 150. ഓക്കെ, ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വേണം. ഓക്കെ, അതിൽ 30 ഡിഗ്രി ഇവിടെ ഉണ്ട്. ബാക്കി എത്ര വേണം എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യാ? 180ൽ നിന്ന് 30 കുറയ്ക്കാം. അപ്പൊ 150 ഡിഗ്രി 180, സോറി 150. മനസ്സിലായോ? ഇനി മുകളിൽ 150 ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ SOR. SOR. ROS എഴുതിയാലും പ്രശ്നമില്ല, അതും 150 ഡിഗ്രി ആണ്, 150 തന്നെ. മനസ്സിലായോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? ഈ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവർക്കൊക്കെ മനസ്സിലായോ? ഒന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. സംശയമുള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്തേ. സംശയമുള്ളവർ മാത്രം സംശയമുള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്തേ. എന്താണ് ദേവാനന്ദ? മനസ്സിലായില്ല? ദേവാനന്ദേ, ഹലോ ദേവാനന്ദേ. അല്ല ദേവാനന്ദ സ്റ്റക്ക് ആണല്ലോ. ദേവാനന്ദ കേൾക്കുന്നില്ല. ഏതാ സ്റ്റക്കാണ്? പാരലൈന്റെ ഡെഫിനിഷൻ അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതാരണം കൊണ്ട് കേൾക്കുന്നുണ്ടായില്ല കേട്ടോ. ക്ലിയർ ആയി? കാണാമോ? ആ ഓക്കെ. യെസ് ഇഷൽ, നമ്മൾ ചാപ്റ്റർ എടുത്ത് തുടങ്ങി. ഇനി തൊട്ട് റെഗുലർ ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ എടുക്കുന്നതിന് മുന്നേ കുറച്ചൊരു മുന്നേ നമ്മൾ പോകുന്നതായിരിക്കുമല്ലോ നല്ലത്. നോ റോബിൻ സാർ അല്ല കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. എന്താ എഴുതി കഴിഞ്ഞോ ദേവാനന്ദേ? ഡൺ? യെസ്, ഓക്കെ. അപ്പോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സംശയമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത് നമ്മൾ ചെയ്തത് സംശയമുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഈ ഒരു പ്രോബ്ലം ചെയ്തത് സംശയമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യും. മിസ് എന്താണ് സംശയം? ഈ 150 വന്നതാണോ ഇനി നിങ്ങൾക്ക് സംശയം? 150 വന്നതാണോ ഡൗട്ട് ഉള്ളത്? ആ അവരൊന്ന് വിളിച്ചേ. മുഹമ്മദ്, അതെന്താ നിനക്ക് മനസ്സിലാവാത്ത? നേരത്തെ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഇത് പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? കുറച്ച് മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായതൊന്ന് മിസ്സിന് പറഞ്ഞേ. മറ്റേത് മനസ്സിലായോ? ഓപ്പോസിറ്റ് വരുന്നത് മനസ്സിലായോ? ആ എടാ, ഈ അടുത്തുള്ള ഏതെങ്കിലും ഇടങ്ങൾ, ഇപ്പൊ നിനക്ക് ഈ ആംഗിളും പിന്നെ അതിന്റെ അടുത്ത് എടുക്കുന്ന ആംഗിൾ ഏതാ? ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലേ? ഇതിനകത്ത് ഏതൊരെണ്ണം കൂട്ടിയാലും 180 കിട്ടും, 180 കിട്ടും. ഓക്കെ, ഇപ്പൊ നിനക്ക് ഇത് 80 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി 100 ആയിരിക്കില്ലേ? അതെങ്ങനെയാ നിനക്ക് കിട്ടിയത്? ഇവിടെ 80 ഉണ്ട് അല്ലേ? അപ്പൊ നീ 180ൽ നിന്ന് 80 മൈനസ് ചെയ്ത് നോക്കി.
അങ്ങനെയാണ് നിനക്ക് 100 കിട്ടിയത്. ഓക്കെ, നിനക്ക് ഇനിയിപ്പോ 100 ആണെന്ന് അറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നീ എന്താ ചെയ്യാ? 180ൽ നിന്ന് 100 മൈനസ് ചെയ്യും. അപ്പൊ 80 കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ഈ 80ക്ക് പകരം എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. ഇത് അവന്റെ ഡൗട്ടാന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാണ്ടിരിക്കണ്ട. ഇതില് ഒരു ആംഗിള്, ഈ ആംഗിള് 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അതിനാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 150 അല്ലേ? അതെങ്ങനെ കിട്ടിയത്? മൊത്തം 180 ആണ്, അതിനകത്തുനിന്ന് 30 പോയി, 150 കിട്ടി. അപ്പൊ അതാണ് നമ്മൾ അവിടെയും ചെയ്തോളൂ. ഇത് 150 ആയ സ്ഥിതിക്ക് ഇതും എന്തായിരിക്കും? ഇതും 150 ആയിരിക്കും. ഞാൻ ഈ രണ്ട് സ്ഥലത്തും 150 എഴുതിയപ്പോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇതിനി ഓക്കെടാ. ഇത് ഇനി മനസ്സിലാവാത്തവരൊന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. പക്ഷെ മനസ്സിലായവരൊന്ന് ലോവർ ഹാൻഡ് ചെയ്തേ. മനസ്സിലായവർ ലോവർ ഹാൻഡ് ചെയ്യും. ഇനിയും മനസ്സിലായില്ലേ? എന്താണ് ആരണ? അവന് വിളിച്ചോളൂ. എന്താണ് ഡൗട്ട്? ഏത് ഈ സൈഡിൽ ഇരിക്കുന്നത്? ഇതാ, അത് നേരത്തെ കാണിച്ച നേരത്തെ എഴുതി കഴിഞ്ഞതല്ലേ. ഇതിപ്പോ വീണ്ടും ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഇത് എഴുതി കഴിഞ്ഞോ? ശരി, ഇത് ചോദിക്കാനാണോ നീ കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കണേ? അടുത്ത ആളെ വിളിച്ച സർ. ധനീന, എന്താണ് മോനെ ഡൗട്ട്? ടീച്ചർ, ഇതില് എല്ലാ ആംഗിൾസും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാല് 360 കിട്ടുക. അതെ. എന്താണ് വേദ? വേദേ, വേദ സ്റ്റക്കാണ്. ഓക്കെ, ഇതും കൂടെ എഴുതിയെടുത്തോളൂ കേട്ടോ. ദ ടു സ്മോൾ ആംഗിൾസ് ആർ ഓഫ് ദി സെയിം മെഷർ. അതായത് ഒരു കാര്യം കൂടി എഴുതണം. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട്, ഇങ്ങനെ എഴുതണേ. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഇങ്ങനെ എഴുതിയതിന് ശേഷം എഴുതാ ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട്. അതായത് രണ്ട് ലൈനുകള് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ദി ടു സ്മോൾ ആംഗിൾസ് ആർ ഓഫ് സെയിം മെഷർ. അതായത് ചെറിയ രണ്ട് ആംഗിളുകളും ഒരേ അളവാണ്. ശരിയല്ലേ? ചെറിയ രണ്ട് ആംഗിളുകളും ഒരേ അളവാണ്. ദി ടു ലാർജ് ആംഗിൾസ് ആർ ഓഫ് ദി സെയിം മെഷർ. വലിയ രണ്ട് ആംഗിളുകളും ഒരേ അളവാണ്. ഇതാണ് ആദ്യത്തെ രണ്ട് പോയിന്റുകൾ. ആദ്യം പറയുന്നത് രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ കൂട്ടിമുട്ടിയാൽ സ്മോൾ ആംഗിൾസ്, ദി ടു സ്മോൾ ആംഗിൾസ്, രണ്ട് ചെറിയ ആംഗിളുകള് സെയിം മെഷർ ആണ്, രണ്ട് വലിയ ആംഗിളുകള് സെയിം മെഷർ ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ക്ലിയർ അല്ലേ? അടുത്തത് ദ സം ഓഫ് എ സ്മോൾ ആംഗിൾ ആൻഡ് ലാർജ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. അതായത് ഒരു ചെറിയ ആംഗിളും ഒരു വലിയ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതായത് അടുത്തടുത്ത് കിടക്കുന്നത് നോക്കിയേ, ഇവിടെ ചെറുത് പിന്നെ വലുത്, ചെറുത് വലുത്, ഇങ്ങനെ അടുത്തടുത്ത് ഒരിക്കലും രണ്ട് ചെറുതും വരില്ല, രണ്ട് വലുതും വരില്ല. ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതായിരിക്കും. സോ അടുത്തടുത്തുള്ള രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടും നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി. ആ താഴത്തെ റോയില് 1 2 3 4 തള്ളു പിൻ ചെയ്യാം. മതി, എന്നിട്ട് വിളിക്കും. എന്താണ് പേര്? അങ്കുഷ്. അങ്കുഷേ, അയ്യോ അങ്കുഷേ, പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചോ? എവിടെ നോട്ട്ബുക്ക്? എവിടെ നോട്ട്ബുക്ക്? എവിടെ എഴുതിയോ? നല്ല ഭംഗിയുള്ള നോട്ട്ബുക്ക്. ഫോട്ടോയാ? ആരോട് ചോദിച്ചിട്ട്? നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തേ? എന്തിന്? നീ വീട്ടിൽ എന്റെ ഫോട്ടോ കണ്ടിട്ടാ പഠിക്കണേ? ആരോട് ചോദിച്ചിട്ട് എന്റെ ഫോട്ടോ എടുത്തേ? എന്തോ? ആരോട് ചോദിച്ചിട്ട് എന്റെ ഫോട്ടോ എടുത്തേന്ന്? അതെന്തിയെ? എഴുതാൻ കൈക്ക് വല്ല പ്രശ്നമുണ്ടാ? പേനയുണ്ടാ കയ്യില്? വീട്ടില് പേനയും പുസ്തകമൊന്നും ഇല്ലേ എഴുതിയെടുക്കാനായിട്ട്? പിന്നെ എന്തിയെ സ്ക്രീൻഷോട്ട് എടുത്ത? എന്തിയെ?
വീട്ടില് ഇച്ചിരി പഠിക്കാൻ എനിക്കിത് മനസ്സിലാവട്ടെ അതിന് പഠിക്കാൻ അത് പറ്റില്ല. വീട്ടിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയ നോട്ട് കണ്ട് പഠിച്ചാ മതി. ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, എന്റെ ഫോട്ടോ അങ്ങനെ എടുക്കാമോ? ഇല്ല പേടിച്ചാ? സ്ക്രീൻഷോട്ട് എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കണതിന്റെ അല്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ല. ക്ലാസ്സിന്റെ സമയത്ത് മിസ് എഴുതാൻ സമയം തന്നെയല്ലോ, അപ്പൊ നിങ്ങൾ എഴുതിയെടുത്താലും എന്താ കുഴപ്പം? ഞാൻ എഴുതിയെടുക്കുന്നല്ലേ പറഞ്ഞേ, അല്ലാണ്ട് ഫോട്ടോ എടുക്കുന്നാണോ പറഞ്ഞേ? ഒരിക്കലും ഫോട്ടോ എടുക്കണ്ട കേട്ടാ, കേട്ട പറഞ്ഞത്? ആ അടുത്ത ആരെങ്കിലും ഉണ്ടാ? അമ്മയുണ്ട്. അമ്മേ, കൊച്ചു നോട്ടൊന്നും എഴുതുന്നില്ല, ഫോട്ടോ എടുത്തിരിക്കാണ് കേട്ടോ, സ്ക്രീൻഷോട്ട് എടുക്കാണ്. ആ ആദ്യമായിട്ടാണോ 90+ ഈ എന്താ ആദ്യമായിട്ടാണോ 90+ല്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം നീ ഉണ്ടായിരുന്നോ 6ാം ക്ലാസ്സില്? അത് ശരി. അപ്പൊ കഴിഞ്ഞ വർഷം ഈ പരിപാടി തന്നെ ചെയ്തോണ്ടിരുന്നേ ആണോ? ഓക്കെ, ഇത് നോട്ട് എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഇനി തുടങ്ങി എഴുതണോ കേട്ടാ? ഓക്കെ. ഫോട്ടോ എടുത്തതിന് പ്രശ്നമൊന്നുമില്ല കേട്ടാ. അത് ഞാൻ വെറുതെ പറഞ്ഞതാ അതിനെ പറ്റിക്കാൻ. ആരും നോട്ട് എഴുതാതിരിക്കരുത്, എല്ലാവരും നോട്ട് എഴുതിയിരിക്കണം കേട്ടാ. വെറുതെ ക്ലാസ്സിലിരുന്ന് ക്ലാസ്സും കണ്ട് എന്താ പറയാ, വെറുതെ ഇരിക്കണ്ട ആരും. എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത്, മിക്കവരും അതെ, ബുക്ക് ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഒരു ബുക്ക് വെറുതെ പൊക്കി കാണിക്കും. എനിക്ക് നിങ്ങളുടെ ബുക്ക് കാണണ്ട, നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടോന്നാ ചോദിക്കണേ. എന്റെ നന്ദഗോപ, നീ വലിയ ആളായിരുന്നല്ലേ. നന്ദഗോപനെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. നമുക്ക് ഇവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ട് അത്ര. നന്ദഗോപൻ പറയാ, ഞാനൊരു സിനിമാ നടനാണ്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, വരാഹം, ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്, നന്ദഗോപൻ. നന്ദഗോപ പരിചയപ്പെടാട്ടാ. എവിടെ കാണില്ലല്ലോ, എവിടെ നന്ദഗോപൻ? ഹലോ, കൊച്ചു ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടോ? ഫ്രണ്ടിലുണ്ടാവും സാറേ. എവിടെ നന്ദഗോപ? ഹലോ, കാണാട്ടാ. മമ്മൂട്ടിനോടൊന്ന് പറഞ്ഞോളൂ, ഞാൻ അന്വേഷിച്ചു. മമ്മൂട്ടിയോട് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. ഓക്കെ, അപ്പോ അടുത്തൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പെർപെൻഡിക്കുലർ ലൈൻസ്. കേട്ടാ, നല്ല പേര് അല്ലേ, നല്ല ഗമയുള്ള പേര്. എന്താ? പെർപെൻഡിക്കുലർ ലൈൻസ്. ഇഫ് ദ ക്രോസിംഗ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, all angles are 90 degree. എന്താണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? രണ്ട് ലൈൻസ് 90 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് ലൈൻസിനെ എന്തെന്ന് പറയാം? പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയാം കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ലൈൻ പോയിട്ട് ഇങ്ങനെ ചെറിയതായിട്ട്, കണ്ടോ, ഇപ്പൊ ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ആംഗിൾ വളരെ ചെറുതാണ് അല്ലെ? കണ്ടോ, ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ആംഗിൾ വളരെ ചെറുതാണ്. അപ്പൊ ഇതൊക്കെ 90-നേക്കാളും ചെറിയ ആംഗിളുകളായിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ ഈ ആംഗിളുകള് എന്താ പറയാ, ചെറിയ ആംഗിളുകളാണെങ്കിൽ അത് 90-നേക്കാളും ചെറുതാണ്. കറക്റ്റ് എൽ ഷേപ്പ് പോലെ, എൽ എന്ന് പറഞ്ഞപ്പോ തന്നെ അത് ചെരിഞ്ഞു പോയി. കറക്റ്റ് എൽ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, കണ്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ കറക്റ്റ് എൽ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താണ്? പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയും. അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 90-നേക്കാളും ചെറുതോ കൂടുതലോ അല്ല, എക്സാക്ട് എന്താണ്? എക്സാക്ട് 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എൽ ഷേപ്പിലാണ് രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടിയേക്കുന്നത് എങ്കിൽ അവരുണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആണ്. കണ്ടോ, ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന ഈ ആംഗിള് 90 ഡിഗ്രി ആണ്. ഇവിടെയും 90 ഡിഗ്രി തന്നെ. എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞത് മനസ്സിലായോ? രണ്ട് ലൈനുകള് എൽ ആകൃതിയിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവരെ നമുക്ക് പറയാം അവരുണ്ടാക്കിയേക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആണ്. അത് നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പെർപെൻഡിക്കുലർ ലൈൻസ്. പറയോ, പറഞ്ഞങ്ങോട്ട്. പെർപെൻഡിക്കുലർ ലൈൻസ്. ഇതാണ് എന്താ പറയാ, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ പേരുകളൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഹൈപ്പൊട്ടന്യൂസ്, പൈതഗോറസ്, പെർപെൻഡിക്കുലർ
പെർപെൻഡിക്കുലർ. ബുദ്ധിമുട്ടുണ്ടോ പറയാനായിട്ട്? അതൊന്ന് പറഞ്ഞേ. പെർപെൻഡിക്കുലർ ലൈൻസ് പറയൂ. പെർപെൻഡിക്കുലർ ലൈൻസ്. ഓക്കെ അല്ലേ? സോ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. അതായത് രണ്ടല്ല 3 കാര്യങ്ങൾ പഠിച്ചു. 2 സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ്. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസ്, ഒരു ചെറിയ ആംഗിളും വലിയ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് പഠിച്ചു. മൂന്നാമത് പറയുന്നത് 2 ലൈൻസ് കൂട്ടിമുട്ടി എൽ ആകൃതിയിൽ, എൽ ഷേപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇനിയോ ഇവിടെ 180 ഡിഗ്രി ആയതുകൊണ്ട് 2 അടുത്തടുത്തുള്ള ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ആയതുകൊണ്ട് ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90, 90, 90, 180 കേട്ടാ. അങ്ങനെയാണ് ഇവിടെ 90 വന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കുന്ന ഇതും 90. എല്ലാ ആംഗിളും 90 ഡിഗ്രി. ഇവര് നമ്മൾ പറയുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. ഈ 2 ലൈൻസ് നമ്മൾ പറയുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. പഠിച്ചോ എല്ലാവരും? മനസ്സിലായോ എല്ലാവർക്കും? മിസ് അന്ന് 2 പേരോട് ചോദ്യം ചോദിക്കട്ടെ? യെസ്. നമ്മുടെ ദേവാനന്ദിനോട് എന്നെ ഒന്ന് ചോദിച്ചേ. ദേവാനന്ദേ, എവിടെയാ? ഹലോ ദേവാനന്ദേ. ദേവാനന്ദ എന്റെ പേര് അല്ലേ? ആ ദേവാനന്ദേ. ഓ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ അല്ലേ? സെൻട്രോ കേൾക്കുന്നുണ്ടോ ദേവാനന്ദേ? ഇല്ല, നെറ്റ് ഇഷ്യൂ ഉണ്ട്. ആ ഓക്കെ ദേവാനന്ദ, ഇത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞു. ഇപ്പൊ മിസ് 2-3 പോയിന്റ് പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞടാ. ഏതെങ്കിലും ഒരു പോയിന്റ് പറയൂ. ഒരെണ്ണം പറഞ്ഞാൽ മതി. ഒരു സൈഡ് സൈഡാണോ ആംഗിള്? ആ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ആ ലൈൻസ് നമ്മൾ പറയുന്ന പേരെന്താ? ആ യെസ്, പെർപെൻഡിക്കുലർ ലൈൻസ്. വെരി ഗുഡ്. അടുത്താണ് വിളിച്ചത് സർ. കെയ്നെ ആ പറഞ്ഞേ, വേറൊരെണ്ണം പറഞ്ഞേ. ഒരു ആംഗിള് എൽ ഷേപ്പിലാണെങ്കിൽ അത് 90 ഡിഗ്രി ആണ്. പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കും. അത് പറഞ്ഞു. അടുത്ത് പറഞ്ഞു. അടുത്തത് 2 ലൈൻസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ 2 ലൈൻസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ 2 ലൈൻസ് കൂട്ടിമുട്ടലാണെങ്കിൽ ഒരേ ആംഗിളില് നേരെ ആണെങ്കിൽ അതോ ഓപ്പോസിറ്റ് ആംഗിളും പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും കേട്ടാ. കാര്യം അറിയാൻ പറയാൻ പറ്റണില്ല. ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് പറയേണ്ടത്. ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളാണ് അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ആൾ വിളിച്ചത് സർ. ഷാഫിയ. ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു, അത് എന്തായിരുന്നു? യെസ്, ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു? ഇത് ഹോംവർക്ക് ആയിട്ട് എല്ലാരും ചെയ്തോളൂ കേട്ടോ. വേഗം വരച്ചെടുത്തോ. അത് ശരി. ആ ഓക്കെ, അടുത്ത ആള് വിളിച്ചേ. ശ്രീലക്ഷ്മി. എവിടെ എന്റെ ശ്രീലക്ഷ്മി? കൊറേ നേരണ്ട്. എവിടെയാ? കാണുന്നില്ല ഞാൻ. ആ ശ്രീലക്ഷ്മി പറഞ്ഞേ.
180 degree. ഓക്കെ, വെരി ഗുഡ്. ഒരു വലിയ ആംഗിളും ഒരു ലാർജ് ആംഗിളും സ്മോൾ ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഇത് ഹോംവർക്ക് ക്വസ്റ്റൻ ആണ്. വേഗം എല്ലാവരും വരച്ചെടുത്തോളൂ. വേഗം വരച്ചെടുത്തേ. ഇതാണ് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റൻ. അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോഴത്തേനും ചെയ്തിട്ട് വരണം കേട്ടോ. സർ ആരാണ് ഡൗട്ട് ആണോ? ആരാണ് വിളിച്ച്? എന്താണ്? വാട്ട് ഈസ് യുവർ ഡൗട്ട്? കമോൺ പറയൂ. രണ്ട് ലൈനുകൾ വരുമ്പോഴല്ലേ പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ടാവുന്നത്? അതെ, രണ്ട് ലൈൻ അങ്ങനല്ല ടീച്ചറെ, നമ്മള് ഇങ്ങനെയോ? ആ ഇത് പാരലൽ. മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പാരലൽ, ഇത് പെർപെൻഡിക്കുലർ. മനസ്സിലായി. മുദ്ര ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. അപ്പോ ഇന്ന് ഇത്രയും മതി. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും മിസ് പോട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ലവ് യു ടു, ഏലി.